ഇന്ന് വെള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പാൻ ചൂടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം മീഡിയം വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേപ്പില ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് അതിലൊന്ന് കിടന്ന് വേവട്ടെ. നന്നായി വെന്തതിന് ശേഷം കരിഞ്ഞു പോകരുത്. വെന്തതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ആറിയാൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇത് അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് പിന്നെ കുരുമുളക് ചേർത്ത് കൊടുത്ത് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയെടുത്തതുണ്ടല്ലോ അതൊന്ന് മുകളിൽ വരഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല കട്ടിക്ക് തേങ്ങാപ്പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് പതഞ്ഞ് വരാനേ പാടുള്ളൂ. പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. റിസ്ക് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.